കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഏതാനും ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം. നിങ്ങളത് ശ്രദ്ധാപൂർവ്വം ഒന്ന് നോക്കൂ. ഒന്ന്, അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം. ഇന്തിഫാദ എന്നാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അറബി വാക്കാണ് അത്. കേരള സർവകലാശാല യൂണിയൻ യുവജനോത്സവം എന്ന് പറഞ്ഞിട്ടാണ് 2024 മാർച്ച് 7, 8, 9, 10, 11 പാളയം തിരുവനന്തപുരം ഇതാണ് വെച്ചിരിക്കുന്നത്. ഇന്തിഫാദ അവിടെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം. എന്ത് തരം അധിനിവേശമാണ് എന്നിവിടെ വ്യക്തമല്ല. ഇനി ഈ ഇന്തിഫാദ എന്ന ഈ സ്ലോഗൻ ലോകത്ത് തന്നെ വ്യാപകമായിട്ട് ചില കൂട്ടർ ഉപയോഗിക്കുന്ന ഒരു സ്ലോഗനാണ്. അത് പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിരോധിക്കപ്പെട്ട PFI, അതേപോലെ പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ, ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദി കൂട്ടങ്ങൾ, ഇവരൊക്കെ നിരന്തരം ഉയർത്തുന്ന ഒരു സ്ലോഗനാണ് ഇന്തിഫാദ എന്നത്. ഇത് കാശ്മീരിലും നമ്മൾ കേട്ടതാണ്. പിന്നെ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധത്തിലും നമ്മൾ ഇതേ സ്ലോഗൻ തന്നെ കേൾക്കുകയുണ്ടായി. ശരി, ഇനി അടുത്തത് കാണിക്കാം. നോക്കൂ, MG സർവകലാശാല യൂണിയൻ കലോത്സവം ഇനി 5 ദിനങ്ങൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ദഫ്മുട്ടോ അല്ലെങ്കിൽ അതേപോലുള്ള എന്താ പറയുക, ഈ മാപ്പിള കലാരൂപങ്ങൾ എന്ന് പറയും, അതിലേതോ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടാൽ എന്താണ് നമുക്ക് തോന്നുക? ഇതേതോ കലാപ ആഹ്വാനം നടത്തുന്ന പോലുള്ള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. 2 എണ്ണമായി. ഏകധാര ആർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ ലോ കോളേജ് യൂണിയൻ കലോത്സവം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഗാസ കലാലയ യൂണിയൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗാസ കലാലയ യൂണിയൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് എന്ന് ഓർക്കുക. ഇനിയാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഗതികൾ കാണാൻ പോകുന്നത്. ഇതിലൊന്നും ഇവിടെ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇന്തിഫാദയും അതുപോലെ തന്നെ ഈ കലാപമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചിത്രവും പിന്നീട് കണ്ട ഗാസ കലാസമിതിയൊക്കെ ഇവിടെ കലാലയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അടിച്ചിറക്കിയ പോസ്റ്ററിലുള്ള സാധനമാണ്. ഇനി ഇവിടുത്തെ ഒരു രാജ്യസഭ MPയുടെ ഒരു ലെറ്റർ, ഔദ്യോഗികമായിട്ടുള്ള ഒരു എഴുത്ത് ഞാൻ വായിക്കാം. എളമരം കരീം, നിങ്ങൾ കാണുന്നുണ്ട്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ലീഡർ CPIM ഗ്രൂപ്പിൻ്റെ രാജ്യസഭ എന്നൊക്കെ. പിന്നീട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അശോക സ്തംഭം ചിഹ്നമൊക്കെ ഉണ്ട്. അപ്പം മനസ്സിലാക്കിയോ, ഇത് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ഒരു പ്രസ്താവനയാണ്, എഴുത്താണ്. നോക്കൂ, വീർസാദ് 24 എന്ന പേരിൽ ഹിന്ദുത്വത്തിൻ്റെ താത്വിക ആചാര്യനും ഗാന്ധി വധക്കേസിൽ പ്രതിയുമായ ഒരാളുടെ പേരിൽ കലോത്സവം സംഘടിപ്പിക്കാനുള്ള കോഴിക്കോട് NIT അധികൃതരുടെ നീക്കം അത്യന്തം അപലപനീയവും നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് എളമരം കരീം MP പ്രസ്താവനയിൽ പറഞ്ഞു. അത് കുറച്ചുണ്ട്, മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, സംഗതി മാത്രം പറഞ്ഞുതരാം. വിരാസത്ത് അറിയാലോ, അത് പ്രിയദർശൻ്റെ ഒരു സിനിമ പോലും ഉണ്ട്, വിരാസത്ത്. ഇതിൻ്റെ ഈ ഹിന്ദി വാക്കിൻ്റെ അർത്ഥം പൈതൃകം എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് സംശയമുള്ളതൊക്കെ അടിച്ചു നോക്കാം. പൈതൃകം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അത് വളച്ചൊടിച്ച് വീർസാദ് എന്നാക്കിയിരിക്കുന്നു. ഈ വീർസാദ് എന്ന് പറഞ്ഞാലും ഇത് വീർ സവർക്കറുമായിട്ട് ഒരു ബന്ധവുമില്ല. കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും വീർ സവർക്കറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വാക്കാണ് ഈ വീർസാദ് എന്ന്. വിരാസത്ത് എന്നാണ് ശരിക്കും പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് ഹിന്ദുത്വത്തിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നു. വീർ സവർക്കറെ വെച്ചിരിക്കുന്നു. MP ആണ്, രാജ്യസഭ MP ആണ്. ഈ വിവരം വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ ടീമൊക്കെയാണ് ഇവിടെ MP ആയിട്ടിരിക്കുന്നത്. അത് വിഷയമാക്കി ഔദ്യോഗിക പ്രസ്താവന തന്നെ ഇറക്കിയ ഒരു നാടാണിത്. അവിടെയാണ് ഞാൻ കുറച്ചു മുന്നേ കാണിച്ച ചിത്രങ്ങളുടെ പ്രസക്തി. അതിനൊന്നും ഇവർക്കൊരു പ്രശ്നമില്ല. പൈതൃകം എന്ന് ഒരു കലോത്സവത്തിൻ്റെ പേരിട്ടപ്പോൾ അതിൻ്റെ ഹിന്ദിയായിപ്പോയി എൻ്റെ വാചകം. പൈതൃകം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുടനെ വീർ സവർക്കറുടെ കാലിലെ കൊണ്ട് കെട്ടിക്കളഞ്ഞു. എന്തല്ലേ എളമരം കരീം. ഈ എളമരം കരീം എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് നേതാവായത്? അവിടെയുള്ള എത്ര ഫാക്ടറികളും കമ്പനികളും അടച്ച് പൂട്ടിച്ച് തൊഴിലാളികളെ തീരാ പട്ടിണിയിലേക്ക് തള്ളിവിട്ട് ആ വഴി നേതാവായ മനുഷ്യനല്ലേ ഈ എളമരം കരീം. അവിടെ നമുക്കറിയാമല്ലോ, അവിടെ കോഴിക്കോട് തന്നെയുള്ള ഗ്വാളിയർ റയോൺസും ഒക്കെ അടച്ചു പൂട്ടി ഓടിച്ച് വിട്ടതിൻ്റെ പിന്നിലായിരുന്നു. എത്ര സ്ഥാപനങ്ങൾ പൂട്ടിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോൾ കരിമിക്ക എന്നാണ് ഇവർക്കൊക്കെ ഇപ്പോൾ സഖാവെന്ന് വിളിക്കുന്നത് എന്തോ നാണക്കേട് പോലെ, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കെ ചെന്ന് സഖാവെന്ന് പറയാൻ നാണക്കേടാണെന്ന് തോന്നുന്നു. കരിമിക്ക, സുനിലേട്ടൻ, പന്ന്യൻ രവീന്ദ്രേട്ടൻ തുടങ്ങിയ വാക്കുകളൊക്കെയാണ് ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളിൽ കൊടുത്തിരിക്കുന്നത്. അവസ്ഥയെ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എളമരം കരീമിൻ്റെ ഔദ്യോഗിക പ്രസ്താവനയാണ് കണ്ടത്. വിരാസത്ത് എന്ന വാക്ക്, പൈതൃകം എന്ന വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് വീർ സവർക്കറും ഹിന്ദുത്വമൊക്കെ ആയിട്ട് ചേർത്ത് വെച്ച് പ്രസ്താവന എഴുതി വിശ്വസ്തയോടെ എളമരം കരീം എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പിടിച്ച് ഒപ്പുമിട്ട് അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച മനുഷ്യൻ ഈ ഇന്തിഫാദയും അതേപോലുള്ള ഗാസ കലാസമിതിയും
ഈ മാപ്പിളപ്പാട്ടാണോ അല്ലെങ്കിൽ ഇന്ന് ദഫ്മുട്ടാണോ മാപ്പിള കലാപമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള പോസ്റ്ററിനൊന്നും ഒരു പ്രതിഷേധവും ഇവർക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിലാണോ ജീവിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാലും സംശയിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.